ശബരിമലയിൽ സമഗ്ര പരിശോധനയ്ക്ക് ഉത്തരവിട്ട് ഹൈക്കോടതി. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തണം. സ്ട്രോങ് റൂമിലുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കണം. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കണം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചാകരുത് അന്വേഷണമെന്നും കോടതി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ വിഷയത്തിൽ നിർണായകമായ ഇടപെടലാണ് കോടതി നടത്തുന്നത്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. കോടതി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? രഖി, 1999 മുതലുള്ള രേഖകളിൽ അവ്യക്തതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശബരിമലയിൽ സ്ട്രോങ് റൂമിലുള്ള മുഴുവൻ ആഭരണങ്ങളുടെ അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കാനായിട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് വിരമിച്ച ജില്ലാ ജഡ്ജി കണക്കെടുക്കണം, സ്ട്രോങ് റൂമിലെ രജിസ്റ്റർ, അതോടൊപ്പം തന്നെ അവിടുത്തെ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ, കൂടാതെ തിരുവാഭരണം കമ്മീഷണറുടെ പക്കലുള്ള രജിസ്റ്റർ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന വേണ്ടത്. അതുകൂടാതെ തന്നെ ഈ കൊടിമരം സ്വർണം പൂശിയത്, മറ്റ് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, രേഖകൾ, ഇതൊക്കെ തന്നെ ഈ വിരമിച്ച ജില്ലാ ജഡ്ജി പരിശോധിക്കണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അലംഭാവവും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രമാകരുത് അന്വേഷണം, എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ളൊരു പരിശോധന നടത്തണം, കണക്കെടുപ്പ് കൃത്യമായിട്ട് നടത്തണം, രജിസ്റ്ററുകളിലെ അവ്യക്തതകൾ അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ നിയോഗിക്കുന്നതെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച വേളയിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും പാളികൾ അല്ലെങ്കിൽ അതിൻ്റെ പാളികളും പീഠവും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ദേവസ്വം വിജിലൻസ് ചില വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. പീഠങ്ങൾ നിലവിൽ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നതായിട്ടാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അത് ഗുരുതരമായിട്ടുള്ള സംഭവമാണെന്നും ഗൗരവകരമായിട്ട് തന്നെ കാണുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, അക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. എന്തായാലും ഈ സ്വർണം പൂശിയത് കൂടാതെ തന്നെ മുഴുവൻ സ്ട്രോങ് റൂമിലുള്ള എല്ലാ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കുകൾ വിരമിച്ച ജില്ലാ ജഡ്ജി എടുക്കണം. അതോടൊപ്പം തന്നെ അത് രേഖപ്പെടുത്തി അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. കൂടാതെ തന്നെ തിരുവാഭരണ രജിസ്റ്റർ, ഒപ്പം തന്നെ സ്ട്രോങ് റൂമിലെ രജിസ്റ്റർ, ഫിസിക്കൽ രജിസ്റ്ററും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ രേഖകൾ ഉണ്ടെങ്കിൽ അവയും പരിശോധിച്ച് വേണം ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. 2013 മുതലുള്ള 2013-2019 വർഷങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ഫോട്ടോകൾ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ മറ്റൊരു ദ്വാരപാലക സെറ്റുകൾ കൂടി സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അത് പരിശോധിച്ച് കണ്ടെത്തണമെന്നുള്ളതായിരുന്നു മറ്റൊരു നിർദ്ദേശം. പക്ഷേ അത് കണ്ടെത്താനായിട്ടില്ല. ആ പീഠങ്ങളോ മറ്റൊരു സെറ്റ് പാളികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളോ ഈ സ്ട്രോങ് റൂമിലുള്ള രജിസ്റ്ററിൽ ഇല്ല എന്നാണ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിൽ സംശയം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവനായിട്ടും എന്തൊക്കെയാണ് ശബരിമലയിലെ സ്ട്രോങ് റൂമിലുള്ളത്, എന്തൊക്കെ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തിയവ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ സ്വർണത്തിന്റെ അടക്കം വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെ മൂല്യം, അളവ്, തൂക്കം, ഇതാണ് തിട്ടപ്പെടുത്തേണ്ടത്. തിട്ടപ്പെടുത്തിയത് റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. ഒക്ടോബർ ആദ്യവാരം ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തോടനുബന്ധിച്ച് തന്നെയാണ് ഹൈക്കോടതി സമഗ്രമായിട്ടുള്ളൊരു പരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽ പഴിചാരിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ പരിശോധിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച് തിട്ടപ്പെടുത്തി വേണം ഹൈക്കോടതിയെ ബോധിപ്പിക്കാനെന്നാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഉണ്ടാകും. വിരമിച്ച ജില്ലാ ജഡ്ജിയാണ് ശബരിമലയിലെ സ്ട്രോങ് റൂമിലെ എല്ലാ വസ്തുക്കളുടെയും കണക്കെടുപ്പിനായിട്ട് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളത്. ശബരിമലയിൽ സമഗ്ര പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തണമെന്നാണ് ഉത്തരവ്. ഒപ്പം തന്നെ സ്ട്രോങ് റൂമിലുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കണം. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കണം. ഒപ്പം തന്നെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചാകരുത് അന്വേഷണം എന്ന കാര്യം കൂടി കോടതി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.